അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത നയതന്ത്ര സൗഹൃദം പങ്കിടുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും അമേരിക്കയും. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചില വിദ്വേഷ പരാമർശങ്ങൾ ഈ ബന്ധത്തിന്റെ അടിത്തറയെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് വളർന്നിരിക്കുന്നത്. ഇന്ത്യയും ചൈനയും നരകക്കുഴികൾ എന്ന് വിശേഷിപ്പിച്ചതും ഇന്ത്യൻ വംശജരെ വംശീയമായി അധിക്ഷേപിച്ചതും ആഗോളതലത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. പ്രശസ്ത റേഡിയോ അവതാരകനും തീവ്ര വലതുപക്ഷ നിരീക്ഷകനുമായ മൈക്കൽ സാവേജ് തന്റെ സാവേജ് നേഷൻ എന്ന പോഡ്കാസ്റ്റിനോടനുബന്ധിച്ച് എഴുതിയ ഒരു കുറിപ്പാണ് വിവാദങ്ങളുടെ കേന്ദ്രബിന്ദു. അമേരിക്കയിലെ നിലവിലെ കുടിയേറ്റ നിയമങ്ങളെയും പൗരത്വ നയങ്ങളെയും രൂക്ഷമായി വിമർശിക്കുന്നതായിരുന്നു ഈ കുറിപ്പ്. അമേരിക്കൻ പ്രസിഡന്റ് തന്റെ ഔദ്യോഗിക ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ ഈ കുറിപ്പ് ലോകമെമ്പാടും പങ്കുവച്ചതോടെയാണ് ഇതൊരു അന്താരാഷ്ട്ര നയതന്ത്ര പ്രശ്നമായി മാറിയത്. അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന ആർക്കും സ്വമേധയാ പൗരത്വം നൽകുന്ന ബെർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് എന്ന നിയമത്തെയാണ് മൈക്കൽ സാവേജ് പ്രധാനമായും ലക്ഷ്യം വെച്ചത്. ഇന്ത്യയിൽ നിന്ന് ചൈനയിൽ നിന്നും ഗർഭിണികൾ അമേരിക്കയിൽ എത്തുന്നത് പ്രസവിക്കാനും അതിലൂടെ ഞങ്ങളുടെ കുഞ്ഞിന് ഇൻസ്റ്റന്റ് പൗരത്വം ഉറപ്പാക്കാനുമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ഈ പ്രവണത അമേരിക്കയുടെ ദേശീയ സ്വത്വത്തെ നശിപ്പിക്കുമെന്നും കുറിപ്പിൽ പറയുന്നു. ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങളെ നരകക്കുഴികളെന്ന് വിശേഷിപ്പിച്ചത് ഇന്ത്യൻ സമൂഹത്തെയും സർക്കാരിനെയും ഒരുപോലെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്ന നയതന്ത്ര മര്യാദകളുടെ ലംഘനമായാണ് വിലയിരുത്തപ്പെടുന്നത്. കൂടാതെ കുറിപ്പിലെ മറ്റു ചില പരാമർശങ്ങൾ വംശീയ അധിക്ഷേപത്തിന്റെ എല്ലാ അതിരുകളും ലംഘിക്കുന്നതായിരുന്നു. സിലിക്കൺ വാലിയിലെയും കാലിഫോർണിയയിലെയും സാങ്കേതിക മേഖലയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾ ലാപ്ടോപ്പുകളുള്ള ഗുണ്ടകൾ എന്നാണ് പോസ്റ്റ് വിശേഷിപ്പിച്ചത്. അമേരിക്കൻ യുവാക്കളുടെ ജോലി സാധ്യതകൾ ഇവർ കവരുകയാണെന്നും പോസ്റ്റ് ആരോപിക്കുന്നു. ഇന്ത്യൻ ചൈനീസ് കുടിയേറ്റക്കാരുടെ വർധനവ് അമേരിക്കയെ ഈ രാജ്യങ്ങളുടെ കോളനിയാക്കി മാറ്റുമെന്ന വിചിത്രമായ വാദവും മൈക്കൽ സാവേജ് മുന്നോട്ട് വയ്ക്കുന്നു. പൗരത്വ നിയമങ്ങൾ മാറ്റാൻ കോടതി വിധിക്കായി കാത്തുനിൽക്കാതെ ഒരു ദേശീയ വോട്ടെടുപ്പ് നടത്തണമെന്ന ഇദ്ദേഹത്തിന്റെ ആവശ്യം. സംഭവം വിവാദമായതോടെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായ വിശദീകരണവുമായി രംഗത്തെത്തി. എന്നാൽ പ്രസിഡന്റ് ട്രംപിന്റെ പേരിൽ നേരിട്ട് പരാമർശിക്കാതെ വളരെ നയതന്ത്രപരമായ ഒരു സമീപനമാണ് ഇന്ത്യ സ്വീകരിച്ചത്. വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രസ്താവനയിൽ പറഞ്ഞത് ഇപ്രകാരമാണ്: ഇന്ത്യയും ഇന്ത്യൻ വംശജരെയും കുറിച്ചുള്ള ഇത്തരം പരാമർശങ്ങൾ അനുചിതവും അങ്ങേയറ്റം മോശവുമാണ്. ഇന്ത്യ US ബന്ധം ദീർഘകാലമായി പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമാണ്. ട്രംപിന്റെ പോസ്റ്റും അതിൽ US എംബസി നൽകിയ വിശദീകരണം തങ്ങൾ ശ്രദ്ധിച്ചു. നിലവിലെ നയതന്ത്ര സൗഹൃദത്തെ പ്രതിഫലിപ്പിക്കുന്നതല്ല ഇത്തരം വാക്കുകൾ. ഇന്ത്യയുടെ പ്രതികരണം നയതന്ത്ര തലത്തിൽ മാന്യമാണെങ്കിലും ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ വിമർശനങ്ങൾക്കും വഴിവെച്ചു. ഇന്ത്യയെ നരകക്കുഴി എന്ന് വിളിച്ച ഒരാൾക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറാകാത്തത് അദ്ദേഹത്തിന്റെ ബലഹീനതയാണെന്നും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ആരോപിച്ചു. മോദിക്ക് ഇപ്പോൾ സ്വന്തം രാജ്യത്തെ അപമാനിച്ചപ്പോൾ മിണ്ടാൻ കഴിയില്ല എന്ന് പ്രതിപക്ഷ നേതാക്കൾ പരിഹസിച്ചു. അമേരിക്കൻ പ്രസിഡന്റിനോടുള്ള വ്യക്തിപരമായ സൗഹൃദം രാജ്യത്തിന്റെ അന്തസ്സിനേക്കാൾ വലുതാണോ എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന പ്രമുഖ സംഘടനയായ ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷൻ ട്രംപിന്റെ നടപടിക്കെതിരെ ശക്തമായി രംഗത്ത് വന്നു. അമേരിക്കൻ സമൂഹത്തിന്റെ വളർച്ചയിൽ ഏഷ്യൻ വംശജർ നൽകുന്ന സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണെന്നും അവർ ഓർമ്മിപ്പിച്ചു. വംശീയതയും വിദ്വേഷവും ലോകമെമ്പാടും വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ തന്നെ ഇത്തരം വിദ്വേഷ പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നത് കുടിയേറ്റക്കാരുടെ സുരക്ഷയെ ബാധിക്കുമെന്നും ഫൗണ്ടേഷൻ മുന്നറിയിപ്പ് നൽകി. പോസ്റ്റ് ഉടൻ നീക്കം ചെയ്യണമെന്നും ട്രംപ് മാപ്പ് പറയണമെന്നും അവർ ആവശ്യപ്പെട്ടു. നയതന്ത്ര ബന്ധം വഷളാകുന്നത് തടയാൻ ഡൽഹിയിലെ US എംബസി ഉടനടി വിശദീകരണവുമായി എത്തി. ട്രംപിന്റെ പോസ്റ്റ് വ്യക്തിപരമായ ഒരു അഭിപ്രായ പ്രകടനമായി കാണണമെന്നും അദ്ദേഹം ഇന്ത്യ എന്നും ഒരു മഹത്തായ രാജ്യമായി തന്നെയാണ് കാണുന്നതെന്നും എംബസി അറിയിച്ചു. പ്രധാനമന്ത്രി മോദിയുമായി ട്രംപിനുള്ള സൗഹൃദത്തിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. എന്നാൽ തിരഞ്ഞെടുപ്പ് കാലത്തെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുള്ള ഇത്തരം പരാമർശങ്ങൾ അത്ര എളുപ്പത്തിൽ മായ്ക്കാനാവില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അമേരിക്ക ഫസ്റ്റ് എന്ന നയം കൂടുതൽ കർക്കശമാക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. കുടിയേറ്റക്കാരെ ശത്രുക്കളായി ചിത്രീകരിക്കുന്നത് ശരാശരി അമേരിക്കൻ വോട്ടർമാരെ സ്വാധീനിക്കാൻ എളുപ്പമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഇതിന്റെ ഭാഗമായാണ് ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഇന്ത്യൻ പ്രൊഫഷണലുകളെ പോലും അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്. IT മേഖലയിൽ ഇന്ത്യൻ ആധിപത്യം തദ്ദേശീയമായി അമേരിക്കക്കാർക്ക് ഭീഷണിയാണെന്ന വാദം മുൻപും ട്രംപ് ഉയർത്തിയിട്ടുണ്ട്. ട്രംപിന്റെ ഈ പരാമർശങ്ങൾ വരുന്നത് ലോകം മറ്റൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ്. ഇറാനിലെ പുതിയ നേതൃത്വവും അമേരിക്കയും തമ്മിലുള്ള തർക്കം മൂലം ഹോർമുസ് കടലിടുക്കിൽ എണ്ണ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇത് ആഗോള എണ്ണവില വർദ്ധിക്കാനും കാരണമാകുന്നു. ഇത്തരം അന്താരാഷ്ട്ര പ്രതിസന്ധികൾക്കിടയിൽ ഇന്ത്യയെ പോലൊരു തന്ത്രപ്രധാന പങ്കാളിയെ പിണക്കുന്നത് അമേരിക്കയ്ക്ക് ഗുണകരമാകില്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കേവലം രണ്ട് നേതാക്കൾ തമ്മിലുള്ള സൗഹൃദമല്ല, മറിച്ച് ദശലക്ഷക്കണക്കിന് ആളുകളുടെ അധ്വാനവും പ്രതീക്ഷകളും അടങ്ങിയതാണ്. ഇന്ത്യൻ വംശജർ അമേരിക്കയുടെ സാമ്പത്തിക സാമൂഹിക മേഖലകളിൽ നൽകുന്ന സേവനങ്ങളെ വിസ്മരിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം വംശീയ പരാമർശങ്ങൾ തികച്ചും പ്രതിഷേധാർഹമാണ്. നയതന്ത്ര തലത്തിൽ ഇന്ത്യ കാണിക്കുന്ന സമീപനം രാജ്യത്തിന്റെ പക്വതയായി കാണാമെങ്കിലും പ്രവാസി സമൂഹത്തിന്റെ സംരക്ഷണവും അന്തസ്സും സംരക്ഷിക്കാൻ ശക്തമായ ഇടപെടലുകളും ആവശ്യമാണ്. വംശവിദ്വേഷം പടർത്തുന്ന രാഷ്ട്രീയ ശൈലികൾ ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയാണെന്ന ഓർമ്മപ്പെടുത്തലാണ് ട്രംപിന്റെ ഈ പോസ്റ്റ് നൽകുന്നത്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ നയതന്ത്ര ചർച്ചകൾ ഉണ്ടാകുമെന്നതും ഉറപ്പാണ്.